വ്യാജ സർട്ടിഫിക്കറ്റ് വാങ്ങിയത് 10 ലക്ഷത്തിലേറെ പേർ. ഇതുപയോഗിച്ച് ആരൊക്കെ ജോലി നേടിയെന്ന് അന്വേഷിക്കുന്നു. പോലീസ് പിടിയിലായ വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണ സംഘം ഇതുവരെ 10 ലക്ഷത്തിലേറെ പേർക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തതായി അന്വേഷണ സംഘം. കേരളത്തിന് പുറമെ തമിഴ്നാട്, കർണാടക, ആന്ധ്ര, മഹാരാഷ്ട്ര, ഗോവ, ഡൽഹി, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്കാണ് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ആന്ധ്ര സംസ്ഥാന ബന്ധമുള്ള സംഘത്തിലെ 10 പേരാണ് കഴിഞ്ഞ ദിവസം പൊന്നാനി പോലീസിന്റെ പിടിയിലായത്. സംസ്ഥാനത്തിന് പുറത്തുള്ള 22 സർവകലാശാലകളിലെ 1 ലക്ഷത്തോളം വ്യാജ സർട്ടിഫിക്കറ്റുകളും 100ഓളം സീലുകളും സർട്ടിഫിക്കറ്റുകൾ അച്ചടിക്കാൻ ഉപയോഗിച്ചിരുന്ന പ്രിന്ററുകളും കമ്പ്യൂട്ടറുകളും പിടിച്ചെടുത്തിരുന്നു. തിരൂർ മീനടത്തൂർ സ്വദേശി നെല്ലിക്കത്തറയിൽ ധനീഷ് ധർമ്മന്റെ നേതൃത്വത്തിലാണ് സംഘം വ്യാജ സർട്ടിഫിക്കറ്റുകൾ അച്ചടിച്ച് വിതരണം ചെയ്തിരുന്നത്. പൊന്നാനിയിലെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അധ്യാപകനായ നരിപ്പറമ്പ് സ്വദേശി മൂച്ചിക്കൽ വീട്ടിൽ ഇർഷാദിന്റെ ചമ്രവട്ടം ജംഗ്ഷനിലെ വിദേശ വിദ്യാഭ്യാസ റിക്രൂട്ടിംഗ് സ്ഥാപനത്തിൽ നടത്തിയ പരിശോധനയിൽ 100ഓളം വ്യാജ സർട്ടിഫിക്കറ്റുകൾ പിടികൂടിയതോടെയാണ് വൻ റാക്കറ്റിലേക്ക് പോലീസ് എത്തിയത്. ധനീഷ് ധർമ്മനാണ് സംഘത്തിലെ പ്രധാനി. ഏജന്റുമാർക്കിടയിൽ ഡാനി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ധനീഷ് താൻ ആരാണെന്ന് ആരോടും വെളിപ്പെടുത്തിയിരുന്നില്ല. 2013 വ്യാജ സർട്ടിഫിക്കറ്റുമായി ധനീഷിനെ കൽപ്പകഞ്ചേരി പോലീസ് പിടികൂടിയിരുന്നു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ഇയാൾ വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണം വിപുലപ്പെടുത്തി. ഇതിനായി പൊള്ളാച്ചിയിൽ വീട് വാടകയ്ക്കെടുത്തു. പ്രിന്റിംഗ് പ്രസിൽ ജോലി ചെയ്ത് പരിചയമുള്ളവരെ ശിവകാശിയിൽ നിന്ന് കണ്ടെത്തി നിയമിച്ചു. സർവകലാശാലയുടെ പേരും മറ്റ് വിശദാംശങ്ങളും ഉൾപ്പെടുത്തി തയ്യാറാക്കിയ സർട്ടിഫിക്കറ്റിന്റെ മാതൃകകൾ ആദ്യം അച്ചടിച്ച ശേഷം ആവശ്യക്കാരുടെ വിവരങ്ങൾ പിന്നീട് അച്ചടിച്ചു ചേർക്കുന്നതാണ് രീതി. പൊള്ളാച്ചിയിൽ തയ്യാറാക്കുന്ന സർട്ടിഫിക്കറ്റുകൾ അവിടെ നിന്ന് നേരിട്ട് ഏജന്റുമാർക്ക് അയച്ചു നൽകിയിരുന്നില്ല. പ്രിന്റിംഗ് നടക്കുന്നത് പൊള്ളാച്ചിയിലാണെന്ന വിവരം ഏജന്റുമാർ പോലും അറിയാതിരിക്കാനായിരുന്നു അത്. പൊള്ളാച്ചിയിൽ നിന്ന് സർട്ടിഫിക്കറ്റുകൾ കൊറിയർ വഴി അയച്ചിരുന്നത് ബംഗളൂരുവിലേക്കാണ്. അവിടെ നിന്ന് ഓരോ സ്ഥലത്തേക്കും ഏജന്റുമാർക്ക് അയച്ചു നൽകുകയായിരുന്നു. മുൻ വർഷങ്ങളിൽ പഠനം പൂർത്തിയാക്കിയെന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റുകളാണ് പലർക്കും വിതരണം ചെയ്തിരുന്നത്. ആ സമയത്തെ പരീക്ഷാ കൺട്രോളറുടെയും രജിസ്ട്രാറുടെയും വ്യാജ ഒപ്പും സീലുമാണ് സർട്ടിഫിക്കറ്റിൽ ഉപയോഗിച്ചിരുന്നത്. സർവകലാശാലകളുടെ അസൽ സർട്ടിഫിക്കറ്റിന്റെ അതേ മാതൃകയിലാണ് വ്യാജനം നിർമ്മിച്ചത്. സർട്ടിഫിക്കറ്റിന്റെ മാതൃകകൾ ലഭിക്കുന്നതിനും മറ്റും സർവകലാശാലകളുമായി ബന്ധമുള്ള ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പിടിച്ചെടുത്ത വ്യാജ സർട്ടിഫിക്കറ്റുകൾ പരിശോധനകൾക്കായി അതത് സർവകലാശാലകളിലേക്ക് അയച്ചു കൊടുക്കും. 75,000 രൂപ മുതൽ 1.5 ലക്ഷം രൂപ വരെയാണ് ഒരു സർട്ടിഫിക്കറ്റിന് ഈടാക്കിയത്. ധനീഷ് വ്യാജ സർട്ടിഫിക്കറ്റ് വിൽപ്പനയിലൂടെ കോടികളാണ് സമ്പാദിച്ചത്. വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച് ആരൊക്കെ ജോലി നേടിയിട്ടുണ്ടെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. റിമാൻഡിൽ കഴിയുന്ന പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്താലേ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമാകുമെന്നും തെരഞ്ഞെടുപ്പിന്റെ തിരക്കിനായതിനാൽ അത് കഴിഞ്ഞ് കസ്റ്റഡിയിൽ വാങ്ങുമെന്നും ഇൻസ്പെക്ടർ എസ് അഷ്റഫ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.